ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനഭാഗം യെശയ്യാ പ്രവചനം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 14 അധ്യായം 27 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? യെശയ്യാവിന്റെ പുസ്തകം 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ സാമ്രാജ്യ ശക്തികൾക്കെതിരെയുള്ള പ്രവാചകന്റെ പ്രവചനമാണ് കാണുന്നത്. ചരിത്രത്തിന്റെ നിർമ്മിതിയിൽ രാഷ്ട്രത്തിനും നേതൃത്വത്തിനുമെല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് വിസ്മരിച്ച് അധികാരികൾ പലപ്പോഴും സ്വേച്ഛാധിപതികളായിട്ട് തീരുമ്പോൾ രാഷ്ട്രവും ജനതയുമെല്ലാം ജീർണതയിലേക്ക് കൂപ്പുകുത്തുന്നു. ദൈവിക ആധിപത്യത്തെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന ബാബിലോണ്യ സാമ്രാജ്യത്വത്തിനെതിരെ പ്രവാചകൻ ഇവിടെ ശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും പ്രതീകമായ ഭരണകൂടങ്ങൾ നീതിയും ന്യായവും എല്ലാം മറച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ അഹന്തയിലും ആഡംബരത്തിലും ജീവിക്കുന്നു. എന്നാൽ പ്രവാസികളായ ഇസ്രായേൽ ജനതയുടെ മേൽ അവർ ഭാരങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ പ്രവാചകൻ നൽകുന്ന സന്ദേശം ദൈവിക പ്രത്യാശയുടേതായിരുന്നു. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അധീശ ശക്തികളെ തകർക്കുന്ന ദൈവിക ഇടപെടൽ. ദൈവം ബാബേലിനെ തച്ചുടയ്ക്കും എന്ന മുന്നറിയിപ്പോടെ ആരംഭിക്കുന്ന 14 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ, ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ വാസസ്ഥലവും നീർപ്പൊയ്കയും ആക്കും എന്ന് പറയുന്നു. കൂടാതെ വിനാശത്തിന്റെ ചൂലുകൊണ്ട് ഞാനതിനെ അടിച്ചു വാരും എന്നും ഇത്തരത്തിൽ അധീശ ശക്തികളെ തകർക്കുമെന്നും ഉള്ള ഉറപ്പാണ് നൽകുന്നത്. ഇത്തരത്തിലെ ദൈവിക ഇടപെടൽ അധികാരത്തിന്റെ ഗർവിനെയും ആധിപത്യ പ്രവണതകളെയും മാറ്റിമറിക്കുന്നതാണ്. കന്യക മറിയാമിന്റെ പാട്ടുപോലെ, അതായത് പ്രബലന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും മറിച്ചിടുന്ന ദൈവം, അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന ദൈവം, താഴ്മയുള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ദൈവിക ബോധ്യങ്ങളെയും സ്വന്തം നിയോഗങ്ങളെയും മറന്ന് നീതിബോധമില്ലാതെ പ്രവർത്തിക്കുന്നവരെ തകർത്തെറിയുന്നതാണ് ദൈവിക ഇടപെടൽ എന്നാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമതായിട്ട്, വീണ്ടെടുപ്പിന്റെ ദൈവിക ഇടപെടൽ. ചിന്നിച്ചിതറിയ ഒരു കൂട്ടം ജനത പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇവിടെ പ്രവാസത്തിൽ കഴിയുകയാണ്. ഇവിടെയാണ് പ്രവാചകന്റെ പ്രത്യാശയുടെ സന്ദേശം. നീട്ടിയിരിക്കുന്ന ഭുജത്താൽ ദൈവം അവരെ വിടുവിക്കും. നീട്ടിയ ഭുജം എന്നത് പ്രവർത്തന നിരതമായ ദൈവശക്തിയുടെ പ്രതീകമാണ്. അതിനാൽ ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നു, 14 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു, ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ എന്ന്. എത്ര വലിയ ഉറപ്പാണ് ഇതിലൂടെ ആ ജനതയ്ക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ ഭാഗത്തും തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളോട് പോരാടി ക്രൂശിലൂടെയുള്ള വീണ്ടെടുപ്പ് നമുക്ക് ഏവർക്കും സാധ്യമാക്കി തീർത്തു. അതിനാൽ അക്രമങ്ങൾക്കും അനീതികൾക്കും ഇരയായിത്തീരുന്ന മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുന്ന ആ ദൈവത്തിന്റെ ശക്തമായ ഭുജത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശ സമൂഹമായി ജീവിപ്പാൻ ദൈവം നമ്മെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ ഭുജത്തിന്റെ ബലത്താൽ തിന്മ ശക്തികളോട് പോരാടുവാനും ലോകത്തിന് പ്രകാശമായി തീരുവാനും ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.